ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമായില്ലേ, നമുക്ക് ഓണത്തിന് ഇഞ്ചിക്കറി വെക്കാൻ കുറച്ച് ഇഞ്ചി പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണേ. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയെ. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് വിളവെടുക്കണം. മഴക്കാലമാണ് ഇഞ്ചി നട്ടുപിടിപ്പിക്കാൻ വളരെ നല്ലത്. നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലുമായി ഏത് സമയത്ത് വേണമെങ്കിലും ഇഞ്ചി വളർത്തിയെടുക്കാം. ഇഞ്ചി വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് രോഗമില്ലാത്ത ചെടിയിൽ നിന്നും വിത്തിഞ്ചി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നല്ല നീർവാർച്ചയുള്ള പുളിപ്പ് മാറ്റിയ മണ്ണാണ് നമ്മൾ ഇഞ്ചി നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിനകത്ത് കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണ് ചാണകപ്പൊടിയും ചകിരിച്ചോറും ഉമിയും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് തന്നെ ഇതേപോലെ വാരിയിട്ട് വെക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ ടെറസിലല്ലേ കൃഷി ചെയ്യുന്നത്, അപ്പോൾ ഓടി ഓടി നമുക്ക് പറമ്പിൽ പോയി മണ്ണെടുക്കാൻ പറ്റാത്ത കാരണമാണ് നമ്മളിങ്ങനെ മണ്ണ് കണ്ടോ നല്ല ഇളക്കമുള്ള മണ്ണായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇഞ്ചി നടാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് കാണാം. ഞാൻ ഈ ഗ്രോ ബാഗിനകത്താണ് ഇഞ്ചി നടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് എടുത്ത്, ഇത് നമ്മളിവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നൊരു ഗ്രോ ബാഗാണേ. അപ്പോൾ ആദ്യമേ തന്നെ ഇതിൻ്റെ വക്ക് കുറച്ച് അകത്തേക്ക് മടക്കി വെക്കണം. വക്ക് ഇങ്ങനെ നിവർന്ന് നിൽക്കുമ്പോഴാണ് ഗ്രോ ബാഗ് കീറിപ്പോകാനുള്ള സാധ്യത കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്രോ ബാഗ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ആദ്യം ഞാൻ ഇടുന്നത് പുല്ലും കളയും ഒക്കെയാണേ. കാരണം ഇതിന് വെയിറ്റ് കുറഞ്ഞിരിക്കണം. അതുപോലെ ടെറസിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന മണ്ണിൻ്റെ അളവെന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പുല്ലും കാടും ഒക്കെ ഇടുന്നത്. അതുമാത്രമല്ല, മണ്ണിൻ്റെ ഇളക്കം നിലനിർത്താനും അത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഗ്രോ ബാഗിലുള്ള ഈ കളകളെല്ലാം പറിച്ച് ഞാൻ ഇതേപോലെ ഇട്ട് വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് ഇതിനകത്തേക്ക് ഇപ്പം. അപ്പോൾ ഓർത്തോണം, ഇതുപോലത്തെ പച്ചിലകളൊക്കെ നമ്മൾ ഇത് നിറയ്ക്കാൻ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ ഒരു തലപ്പ് പോലും മുകളിലോട്ട് നിൽക്കരുതേ. ഈ മണ്ണിൻ്റെ മുകളിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും കാടായിട്ട് ഇതേ പാത്രത്തിനകത്ത് വളരും. പക്ഷെ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നും പേടിക്കേണ്ട, അതിൽ നിന്നൊരു കള ഉണ്ടായി വരത്തില്ല. അപ്പം ഞാൻ ഇത്രയും സാധനങ്ങൾ ഇത്രയും മാത്രം ഇതിനകത്തേക്ക് ഇട്ടേ. അപ്പം വെയിറ്റും കുറഞ്ഞിരിക്കും ഗ്രോ ബാഗിന്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ചെയ്യുന്നത് എന്നാണെന്നറിയോ, കുറച്ച് ഉണങ്ങിയ ഇലകൾ ഇടുവാണേ. അപ്പം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് ഉണങ്ങിയ വാഴയില വെച്ചിട്ടുണ്ട്. അത് മാത്രമേ എനിക്കിപ്പോൾ ഇടാനുള്ളൂ. അല്ലെങ്കിൽ നമ്മളിവിടെ അടിച്ചു വാരുന്ന ഇലകളും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉണങ്ങിയ വാഴയില ഞാൻ ഇടുക. അപ്പോൾ വാഴയില ഇടുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തെ ആ പുല്ലിനെയൊക്കെ മൂടിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പോട്ടിംഗ് മിക്സിനെ കൊടുക്കണം. അപ്പം ഞാൻ ഈ പാത്രത്തിനകത്തോട്ട് കുറച്ച് പോട്ടിംഗ് മിക്സ് എടുക്കുവാണേ. അപ്പം ഇതുപോലെ കുറച്ച് പോട്ടിംഗ് മിക്സ് എടുത്തിട്ട്, നമ്മൾ ഈ ഉണങ്ങിയ ഇലയും പച്ച ഇലയും ഒക്കെ ഇടുന്നത് കൊണ്ട് പോട്ടിംഗ് മിക്സിൻ്റെ ആവശ്യം വളരെ കുറഞ്ഞ് കിട്ടുവേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടിയാണേ. അപ്പം ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് ചാണകപ്പൊടി ഇടുവാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പം ഞാൻ ഇതിനകത്ത് പോട്ടിംഗ് മിക്സിനകത്ത് തന്നെ നന്നായി ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതാണ്. എന്നാലും ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ മിക്സ് ചെയ്ത മണ്ണിനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രോ ബാഗിലേക്ക് മാറ്റി കൊടുക്കുവാണേ. ഇത് മുഴുവനും ഒന്നും ഇടണമെന്നില്ല, അതിനകത്ത് വന്നിരിക്കുന്ന മണ്ണിൻ്റെ അളവ് നോക്കിയിട്ട് ചെയ്യാം. ആ ഉണങ്ങിയ ഇലയുടെയൊക്കെ മുകളിൽ കൂടെ ഒരു കുറച്ച് മണ്ണ് വന്നാൽ മതി. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ മണ്ണിട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇത് ട്രൈക്കോഡെർമയാണേ. കുറച്ച് ട്രൈക്കോഡെർമ ഇട്ട് കൊടുക്കുവാണ്. അതിൻ്റെ കൂടെ സ്യൂഡോമോണാസ് ഉണ്ടെങ്കിൽ കുറച്ച് സ്യൂഡോമോണാസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് എൻ്റെ സ്യൂഡോമോണാസ് ഇവിടെ നനഞ്ഞിട്ടായിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇടാത്തത്. അപ്പം ഇതിനകത്തുകൊണ്ട് നമ്മൾ ഈ ടെറസേ വെക്കുന്നതല്ലേ, അപ്പോൾ അതെങ്ങനെ സൂക്ഷിച്ചു വെച്ചെന്ന് പറഞ്ഞാലും വെള്ളം വീഴാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം ഞാൻ കുറച്ച് സ്യൂഡോമോണാസും കൂടെ ഇട്ടു. ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ വിത്തിഞ്ചി. അപ്പം വിത്തിഞ്ചി എപ്പോഴും എനിക്കിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചെറുതെടുക്കുന്നത്. അപ്പം വിത്തിഞ്ചി എപ്പോഴും ഒരു കുറച്ച് വലിപ്പമുള്ള ഇഞ്ചി വെക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൽ നിന്ന് തൈ കുറച്ച് വളർന്ന് കയറുന്നിടം വരെ അതിനാവശ്യമായ ന്യൂട്രീഷൻ കൊടുക്കുന്നത് നമ്മൾ ഈ വെക്കുന്ന വിത്തിഞ്ചിയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് അത് കുറച്ച് വലിപ്പമുള്ളത് എടുക്കുന്നതാണ് നല്ലത്. എനിക്കിപ്പോൾ ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാനിതിവിടെ വെച്ച് കാണിക്കുന്നത്. ഇങ്ങനെ നമ്മൾ 2 or 3 പീസ് വെക്കാം ഒരു ഗ്രോ ബാഗിനകത്ത് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പോട്ടിംഗ് മിക്സ് എടുത്തു വെച്ചില്ലേ, അതിനകത്തുനിന്ന് കുറച്ചുള്ള പോട്ടിംഗ് മിക്സിനെ ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി ഇട്ട് കൊടുക്കുവാണേ. ഒത്തിരി ഇത് താഴ്ന്നു പോകണ്ട. അതുപോലെ നമ്മൾ ഈ വിത്ത് വെച്ചാൽ ഉടനെ എന്നാ ചെയ്യേണ്ടതെന്നറിയോ,
ഇതുപോലെയുള്ള പച്ചിലകളോ ഉണങ്ങിയ ഇലകളോ കൊടുത്താൽ മതി. ഇത് ശീമക്കൊന്നയുടെ ഇലയാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചില കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി നല്ലതാണ്. നിമാവിരകളുടെ ശല്യം ഇല്ലാതാക്കാനും ഒക്കെയുള്ള ഗുണമുണ്ട്. അത് മാത്രമല്ല, ഇതിപ്പോൾ നമ്മളെ പുത പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മളെ പുത കൊടുക്കുന്നത് ഈ വിത്തിഞ്ചിയുടെ ചുവട്ടിൽ നനവ് കിട്ടാനും അതേപോലെ തന്നെ ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നു വരാനും സഹായിക്കും. ഇത്രയും കാര്യം ചെയ്താൽ മതി ഇഞ്ചിയുടെ നടീലിന്. ഇഞ്ചിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മളിത് നട്ടുപിടിപ്പിച്ച് മുള വന്നു കഴിഞ്ഞാൽ ആദ്യ കുറച്ച് മാസങ്ങളിലാണ് ഇവരുടെ വളർച്ചയുള്ളത്. ആ വളർച്ചയുള്ള സമയത്താണ് നമ്മൾ ഇവർക്ക് കൊടുക്കാനുള്ള വളം മുഴുവനും കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 2 പാത്രത്തിനകത്താണ് ഇപ്പം ഇവിടെ ഇഞ്ചി നിൽക്കുന്നത്. പിന്നെ ഉള്ള ഇഞ്ചി എന്ന് പറയുന്നത് എനിക്ക് വേറെ സ്ഥലത്താണ്. അപ്പം ഈ ഇഞ്ചി കണ്ടോ, നല്ല ആരോഗ്യത്തോടെ വളർന്നു നിൽക്കുന്നുണ്ട്. ഇതിന് പൂ വരുന്നുണ്ട്, കണ്ടോ ഇതുപോലെ പൂ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇഞ്ചിയുടെ പൂവെന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് നമ്മളുണ്ടല്ലോ എല്ലാ മാസവും കൊടുക്കേണ്ടുന്ന ഒരു വളം എന്ന് പറയുന്നത് ഇത് ചാണകപ്പൊടിയാണേ. ഈ ചാണകപ്പൊടിക്കകത്തേക്ക് കുറച്ച് ട്രൈക്കോഡെർമയും അതുപോലെ കുറച്ച് സ്യൂഡോമോണാസും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് വേണം നമ്മൾ വളം കൊടുക്കാൻ. അപ്പം ഞാൻ ഇത് ഇളക്കി കാണിക്കാവേ. ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ മാസത്തിൽ ഒരു പ്രാവശ്യം ഇതേപോലെ മിക്സ് ചെയ്തെടുത്ത് ചെടികളുടെ ചുവട്ടിലേക്ക് വെറുതെ ഇട്ട് കൊടുക്കണം. ഈ 2 സാധനവും ചേർക്കാൻ മറന്നു പോകരുത്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന അവസരത്തിൽ ഇല്ലെങ്കിൽ പിന്നെ മേടിച്ചുകൊണ്ട് വന്ന് അത് ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ആ 2 സാധനങ്ങളും ഒരു കാരണവശാലും മറന്നു പോകരുത്. നമ്മളത് മണ്ണിലേക്ക് ചേർക്കുന്നതും ചെടിക്ക് വളമായിട്ട് കൊടുക്കുന്നതും ചെടികൾക്ക് രോഗം വരാതിരിക്കാനും ആരോഗ്യത്തോടെയുള്ള വളർച്ചയ്ക്കും വേണ്ടിയാണ്. ഇത് കൂടാതെ ഞാൻ എൻ്റെ ഇഞ്ചികൾക്ക് കൊടുക്കുന്നൊരു വളം എന്ന് പറഞ്ഞാൽ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും നമ്മുടെ ജൈവ സ്ലറി. ഈ ജൈവ സ്ലറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ചില്ലി ജാസ്മിൻ ജൈവ സ്ലറി എന്ന് അടിച്ചു കൊടുത്താൽ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 2 വളം മാത്രമാണ് ഞാൻ വളർത്തുന്ന ഇഞ്ചിക്കും മഞ്ഞളിനും കൊടുക്കുന്നത്. ആരോ ഒരു 1-2 വീഡിയോയ്ക്ക് മുന്നേ പറയുന്നുണ്ടായിരുന്നേ, ചില്ലി ജാസ്മിൻ്റെ തോട്ടത്തിൽ മഞ്ഞളില്ലേ എന്ന്. ഇത് മഞ്ഞളാണ് കേട്ടോ. ഈ മഞ്ഞളിൻ്റെ പാത്രത്തിൽ തന്നെയാണ് കുറച്ച് ഇഞ്ചി ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് 2 പേർക്കും വളരാനുള്ള അത്ര ഇട ഇതിനകത്തുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിൽക്കുന്ന 2 ചുവട് ഇഞ്ചികളിൽ കുറച്ച് നന്നായി വിളഞ്ഞതെന്ന് തോന്നുന്നത് ഈ ഇഞ്ചിയാണേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പറിച്ചു നോക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇഞ്ചി വിളവെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഞ്ചി പഴുത്ത് അതിൻ്റെ തണ്ട് ഉണങ്ങി മറിഞ്ഞതിന് ശേഷമാണ് എടുക്കുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ഓണമല്ലേ, ഓണത്തിന് ഇഞ്ചിക്കറി വെക്കാൻ നമ്മളിതുപോലെ കൃഷിയൊക്കെ ചെയ്യുന്നവരല്ലേ. അപ്പം നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ വിളവെടുത്താൽ കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. പറ്റിയില്ലെങ്കിൽ വേണ്ട, കിട്ടുവാണെങ്കിൽ നമുക്ക് സന്തോഷം. അപ്പം ഇവിടെയൊക്കെ ഇഞ്ചി കാണാനുണ്ട്, കണ്ടോ. ഇത് നമുക്കൊന്ന് ഇങ്ങനെ പിഴുതെടുത്ത് നോക്കാം ഇഞ്ചി കിട്ടുമോയെന്ന്. കണ്ടോ, ഇതുപോലെ ഇഞ്ചി ഇതിനകത്ത് പാകി കയറി വരുവാണ്. പക്ഷെ നല്ല വളർച്ചയുടെ സമയം തന്നെയാണ്. നമുക്കിതിനകത്തെ കുറച്ചിനെ വിളവെടുക്കാം. എപ്പോഴും ഇഞ്ചി നമ്മൾ വളർത്തുമ്പോൾ ഉണ്ടല്ലോ മൊത്തം കൂടെ പറിച്ചെടുക്കാതെ ഇതുപോലെ ആവശ്യത്തിന് മാത്രം എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പം ഞാൻ ഇതും കൂടെ ഒരു ചുവടുകൂടെ പറിച്ചു നോക്കട്ടെ. ഇതേപോലെയുണ്ട്. ഇനി ഇതിന് അടിയിലേക്ക് കാണും. അടിയിലേക്ക് നമുക്കുള്ളത് കിട്ടണമെങ്കിൽ നമ്മളിതിനെ പാത്രത്തിൽ നിന്ന് മറിച്ചിടണം. അപ്പം ഞാൻ കുറച്ച് ഇഞ്ചി ഇതിൻ്റെ അടിയിൽ നിന്ന് തന്നെ ഇളക്കിയെടുക്കുവാണേ, ചെടി മൊത്തം പറിക്കാതെ തന്നെ. അടിയിലേക്ക് നല്ലോണം പാകി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമ്മളിതിനെ മറിച്ചിട്ടാലേ അത് നമുക്ക് അങ്ങനെയുള്ളതിനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇത്രയും വിളവെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇത് കണ്ടോ, ഇങ്ങനെ അടിയിലോട്ട് നല്ല ഇഞ്ചി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മണ്ണിൻ്റെ അടിയിൽ നിന്ന് തന്നെ പൊക്കിയെടുക്കുക. മറ്റേതെല്ലാം നല്ല ഇളത്ത ഇഞ്ചിയാണേ. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഒടിച്ചെടുത്തതിന് ശേഷം അതിനെ അവിടെ വെച്ചിരുന്ന കണ്ടോ, ഇങ്ങനെ നല്ല മൂത്ത ഇഞ്ചിയും ഉണ്ട് ഇതിനകത്തുനിന്ന് തന്നെ കിട്ടാൻ. അപ്പം നമുക്കൊരു ഇഞ്ചിക്കറി വെക്കാമെന്ന് പറഞ്ഞാൽ 100 ഗ്രാം ഇഞ്ചിയുടെ ആവശ്യമുള്ളൂ. അപ്പം ഞാൻ ഈ വിളവെടുക്കുന്ന ഇഞ്ചി വെച്ചിട്ട് ഞാൻ ഇഞ്ചിക്കറി വെക്കും. അപ്പോൾ ആ ഇഞ്ചിക്കറി വെക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ചില്ലി ജാസ്മിൻ വ്ളോഗ്സിൽ അപ്ലോഡ് ചെയ്തേക്കാം. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറന്നു പോകരുതേ. കണ്ടോ, നല്ല വിളഞ്ഞ ഇഞ്ചികൾ ഇവിടെ ഉണ്ട്, കണ്ടോ. ഞാൻ ഇത്രയേ വിളവെടുക്കുന്നുള്ളേ, ബാക്കി ഇതിവിടെ നിന്നോട്ടെ. ഇനി നമ്മൾ വീണ്ടും വളവും വെള്ളവും കൊടുത്തു കഴിയുമ്പോൾ ഇവർ വീണ്ടും ഈ പാത്രം നിറഞ്ഞു തന്നെ ഉണ്ടായി വരും. ഇത് ഞാൻ ഈ വെള്ളത്തിലൊന്ന് ഒലച്ചെടുക്കാവേ. കണ്ടോ, നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ടേ. ഞാൻ ഇതും കൂടെ ഒന്ന് കഴുകിയെടുത്തിട്ട് കാണിക്കാം. വെറുതെ
ഇതിനകത്ത് വെറുതെ ഞാൻ ഇച്ചിരി വെള്ളത്തിൽ കഴുകുന്നതേ ഉള്ളൂ. ശരിക്കും മണ്ണൊന്നും പോകത്തില്ല. എന്നാലും നമുക്ക് ഇഞ്ചിയായിട്ടൊന്ന് കാണണ്ടേ, അതിനാണ് ഞാൻ ദേ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ പാത്രത്തിനകത്തെ മണ്ണും കൂടെ കളയാനായിട്ട് അതിനകത്തോട്ട് ഞാൻ ഈ വെള്ളം ഒഴിച്ചതാണേ. എന്നിട്ട് ഞാൻ ദേ ഈ വെള്ളം കളയുക. കണ്ടോ, ദേ ഇത്ര ഇഞ്ചി, നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് ഇഞ്ചി വിളവെടുത്ത് ഈ ഓണത്തിന് കറി വെച്ചവരൊക്കെ, അല്ലെങ്കിൽ കറി വെക്കാൻ വിചാരിച്ചിരിക്കുന്നവരൊക്കെ എനിക്കൊരു കമൻ്റ് ഇടാൻ മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.